തന്നെ പറഞ്ഞതല്ലേ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എനിക്കിപ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. താൻ ഇനി അതേക്കുറിച്ചൊന്നും ചോദിക്കരുത്. മഹിത, അത് എടോ, ഞാൻ തന്നോടത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. അല്ലാതെ തന്നെ കളിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. തന്നെ എനിക്ക് ഒത്തിരി നാളായിട്ട് അറിയാം. തൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും താൻ എന്നോടൊരു ജോലി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ തൻ്റെ കൂടെ നിന്നത് തന്നോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നു. അന്നത് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്ക് തന്നോട് ഇത് പറയാൻ 1 വർഷം വേണ്ടി വന്നത്. പക്ഷേ ഞാനത് പറഞ്ഞിട്ടും താൻ അതേപ്പറ്റി ഒന്നും ചിന്തിക്കുന്നത് പോലുമില്ല. അഭി, താൻ പറഞ്ഞതെല്ലാം ശരിയായിരിക്കും. നീ എനിക്ക് വലിയൊരു സഹായം തന്നെയായിരുന്നു. പക്ഷേ ഞാൻ തനിച്ചല്ല. എനിക്ക് അമ്മയും ഒരനുജനുമുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോയത്. എനിക്ക് അവരെ നോക്കിയേ പറ്റൂ. അതിനിടയിൽ എനിക്കൊരു ജീവിതത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. പ്ലീസ് അഭി, താൻ ഇനി ഈ കാര്യം പറയാനായിട്ട് വരരുത്. മഹിതേ, അത് എനിക്ക് പറയുന്നത് വേണ്ടേ അഭി? ഇനിയൊന്നും പറയണ്ട. താൻ വേഗം എന്നെ ഒന്ന് കടയിലെത്തിക്ക്. പിന്നെ കുറേ നേരത്തേക്ക് ഞങ്ങൾക്കിടയിൽ മൗനമായിരുന്നു. അഭി പറഞ്ഞത് എല്ലാം ശരിയാണ്. അച്ഛൻ മരിച്ചപ്പോൾ സഹായിക്കാൻ അവൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോഴും ടൗണിലെ തുണിക്കടയിൽ ജോലി ശരിയാക്കി തന്നതും അവൻ തന്നെയായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും അവൻ എന്നും ഒരു സഹായം തന്നെയാണ്. എന്നിട്ടും എന്തോ അവൻ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. അമ്മയെയും അപ്പുവിനെയും പറ്റി മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. അപ്പുവിനെ നല്ലപോലെ പഠിപ്പിക്കണം. അമ്മയുടെ ചികിത്സ, എന്നെപ്പറ്റി ഞാൻ ചിന്തിക്കാറില്ല. എന്നാൽ ഇതിനു മുൻപ് അങ്ങനെയല്ലായിരുന്നു. അച്ഛനുണ്ടായിരുന്നപ്പോൾ എൻ്റെ കാര്യം ആദ്യം നടത്തിയെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. എന്നാൽ അച്ഛൻ്റെ മരണശേഷമാണ് എല്ലാം ഇങ്ങനെയായത്. 2ാം വർഷം പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ മരണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു. അത് അമ്മയെ ഒരുപാടങ്ങ് തളർത്തിക്കളഞ്ഞു. പിന്നെ അമ്മയെയും അപ്പുവിനെയും നോക്കേണ്ട കടമ എനിക്കായി. വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഠിപ്പ് ഉപേക്ഷിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി. കിട്ടുന്നത് കൊണ്ടൊന്നും ആകുന്നില്ല. പിന്നെ അഭി സഹായിക്കും. പക്ഷേ അവൻ്റെ മനസ്സിൽ എപ്പോഴാണ് ഇങ്ങനെയൊന്നും ഉണ്ടായതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നിനെ പറ്റിയും ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. മഹിത, താൻ ഇറങ്ങുന്നില്ലേ? കടയെത്തി. അഭി വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. ഞാൻ ഇറങ്ങിയതും ഒന്നും പറയാതെ അഭി പോയി. ഒരുപക്ഷെ ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടാവും. ഞാൻ വേഗം കടയിലേക്ക് കയറി. മുതലാളിയെ കണ്ടതും എന്തു പറയണമെന്നറിയാതെ നിന്നപ്പോൾ കയറി പൊക്കോളാൻ കൈകൊണ്ട് കാണിച്ചു. ആദ്യമൊക്കെ ഇങ്ങനെ വൈകി വന്നപ്പോൾ നല്ല ചീത്ത പറയുമായിരുന്നു. പിന്നീട് എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പിന്നെ വൈകി വന്നാൽ ഒന്നും പറയാതെയായി. മോളെ, വിളി കേട്ട് നോക്കിയപ്പോൾ ഉസ്മാനിക്കയാണ്. അച്ഛൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നു. അഭിയെ പോലെ തന്നെ ഉസ്മാനിക്കയും എനിക്ക് വലിയൊരു സഹായമാണ്. ഇതാര്? ഉസ്മാനിക്കയോ? വാ, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? അത് മോളെ, എന്നെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചില്ലായിരുന്നോ? അത് ശരിയാക്കാൻ പോയതാ. ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. അപ്പോഴത്തേക്കും എല്ലാം ശരിയാക്കാം. ശരി ഉസ്മാനിക്ക. നബീസത്തിനെയും ഐശുവിനെയും ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കാം. ശരി മോളെ, ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും മോളിട്ടൊരു ജോലി നടക്കട്ടെ, ഞാൻ പോകുക. അതും പറഞ്ഞ് ഉസ്മാനിക്ക പോയി. ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഒന്നും ആകുന്നില്ല. അപ്പൂൻ്റെ ഫീസ്, അമ്മയുടെ മരുന്ന് എല്ലാം കഴിഞ്ഞാലും വീട്ടിലെ ചിലവിന് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ശമ്പളം കൂടുതൽ കിട്ടുന്നിടത്ത് ജോലി നോക്കാൻ ഉസ്മാനിക്കയോട് പറഞ്ഞത്. അതിനുള്ളതിനും പുറമെ വീട് പണിക്കായി അച്ഛൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. 4 മാസമായി അതിൻ്റെ അടവ് മുടക്കിയിട്ട്. അതും മുടങ്ങിക്കിടക്കുകയാണ്. അതിനിടയിലാണ് അഭി ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. അവനറിയാവുന്നതല്ലേ വീട്ടിലെ കാര്യങ്ങളും. പിന്നെ എന്താ അവൻ ഇങ്ങനെ? ഫോൺ എടുത്ത് അഭിയെ വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്. അവൻ ഫോൺ എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചു. അപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് മനസ്സിലായി. വൈകിട്ട് നേരത്തെ ഇറങ്ങി അമ്മയ്ക്കുള്ള മരുന്നും വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് ചെന്നു. ഞാൻ വരുന്നതും കാത്ത് അപ്പു ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടതും ഓടി വന്ന് ബാഗ് തപ്പി നോക്കി. ചേച്ചി, ഇന്ന് ചേച്ചി ഞാൻ പറഞ്ഞ സാധനം വാങ്ങിയില്ല. അയ്യോ അപ്പു, ഞാനൊന്ന് മറന്നുപോയടാ. ചേച്ചി നാളെ വാങ്ങിത്തരാം. വേണ്ട ചേച്ചി, ഒന്നും പറയണ്ട. ഇത് തന്നെയല്ലേ ചേച്ചി ഇന്നലെയും പറഞ്ഞത്? വേണ്ട ചേച്ചി, ഒന്നും പറയണ്ട. ഇത് തന്നെയല്ലേ ചേച്ചി ഇന്നലെയും പറഞ്ഞത്? ഞാൻ മിണ്ടില്ല. അയ്യോ അപ്പു, പിണങ്ങല്ലേ. ചേച്ചിയുടെ അപ്പുക്കുട്ടനല്ലേ. വേണ്ട ചേച്ചി, ഒന്നും പറയണ്ട. ഞാൻ മിണ്ടത്തില്ല. അപ്പു, ദേ ഇത് നോക്കിക്കേ. ഇതല്ലേ നീ എന്നോട് വാങ്ങാൻ പറഞ്ഞത്? ചേച്ചി മറന്നിട്ടില്ല.
അപ്പു വേഗം തന്നെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് തട്ടിപ്പറിച്ചു. എൻ്റെ ചേച്ചിക്കുട്ടി നല്ലതാ എന്നും പറഞ്ഞ് കവളിലൊരു നുള്ളും തന്ന് അകത്തേക്ക് പോയി. ഞാൻ അകത്ത് കയറി വാങ്ങിയ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഒന്ന് കുളിച്ചു വന്നു. എന്നിട്ട് ഒന്നുകൂടി അഭിയെ വിളിച്ചു. അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ. അവൻ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. ഫോൺ അവിടെ വെച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി കുറച്ചു നേരം അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നാൽ ഞാൻ അകത്ത് കയറി വാങ്ങിയ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചൊന്ന് കുളിച്ചു വന്നു. എന്നിട്ട് ഒന്നുകൂടി അഭിയെ വിളിച്ചു. അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ. അവൻ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. ഫോൺ അവിടെ വെച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി കുറച്ചു നേരം അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും തീരും. അമ്മയുടെ അടുത്ത് പോയി ഓരോന്നും പറഞ്ഞിരുന്നു. മോള് അഭിയോട് അങ്ങനെ പറയണ്ടായിരുന്നു. അഭിക്കത് വിഷമമായി കാണും. അവൻ എന്നും മോളെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. നമ്മൾ അതും കൂടി നോക്കണം. അമ്മേ, ഞാൻ പലതവണ പറഞ്ഞതല്ലേ, അത് ശരിയാവില്ല. അമ്മ വെറുതെ അതോർത്ത് ടെൻഷൻ ആവണ്ട. അമ്മയോട് അങ്ങനെ പറഞ്ഞപ്പോഴും അഭിയെ പറ്റിയായിരുന്നു എൻ്റെ ചിന്ത. അവനെന്താ ഇങ്ങനെ? പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്താ അവനത് മനസ്സിലാവാത്തത്? ഞാൻ ഒരിക്കൽ പോലും അവനെ അങ്ങനെ കണ്ടിട്ടില്ല. അവൻ എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. അതവൻ മനസ്സിലാക്കുന്നില്ല. നാളെ എന്തായാലും അവനെ കാണണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. എന്തായാലും നാളെ ആവട്ടെ, അവനെ കാണണം. ഞാൻ ഫോൺ എടുത്ത് സച്ചിനെ വിളിച്ചു. അഭിയുടെ അനിയനാണ് സച്ചി. ഹലോ, സച്ചി അല്ലേ? ഞാൻ മഹിതയാണ്. എനിക്ക് മനസ്സിലായി ചേച്ചി. എന്താ വിളിച്ചത്? സച്ചി, മോനെ അവിടെ അഭിയുണ്ടോ? ഇല്ല ചേച്ചി, ചേട്ടൻ വന്നിട്ടില്ലല്ലോ. സച്ചി, അഭി വരുമ്പോൾ എനിക്ക് നാളെ അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞേക്ക്. രാവിലെ അമ്പലത്തിൽ വരാൻ പറഞ്ഞാൽ മതി. അവൻ്റെ ഫോൺ ഓഫാണ്. ശരി ചേച്ചി, ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും നാളെ തന്നെ എല്ലാം ശരിയാക്കണം. അഭിയെ കാണണം. അതും മനസ്സിൽ ഉറപ്പിച്ച് ഉറങ്ങാൻ കിടന്നു. രാവിലെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോയി. ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ച് തിരിഞ്ഞതും എന്തോ ഒന്നിലിടിച്ച് ഞാൻ താഴെ വീണു. നിലത്തു നിന്ന് എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് എന്നെ ആരോ ഇടിച്ചു വീഴ്ത്തിയതാണെന്ന്. ഞാൻ എഴുന്നേറ്റുന്നു. നിനക്കെന്താടി, കണ്ണു കണ്ടൂടെ? നോക്കി നടക്കാൻ മേലേ? നീ അമ്പലത്തിൽ വന്നവരെ ഇടിച്ചിടാൻ വേണ്ടി വന്നതാണോ? അയാളെ കണ്ടപ്പോൾ ഉള്ള ദേഷ്യം ഇല്ലാതായി. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു 25 വയസ്സ് കാണും. നീളൻ മുടി. നെറ്റിയിലെ അലസമായി പാറിക്കിടക്കുന്ന മുടി ആ മുഖത്തിന് കൂടുതൽ ഭംഗിയുണ്ടാക്കുന്നു. ആവശ്യത്തിന് പൊക്കം, അതിനൊത്ത ശരീരവും. കാണുന്ന മാത്രയിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടും. നീ എന്താ സ്വപ്നം കാണുവാണോ? പിന്നെ എങ്ങനെയാ വീഴാതിരിക്കുന്നത്? ഡേ, നീ ഏത് ലോകത്താ? അയാളുടെ വിളി കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. അയാൾ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ഞാനും അങ്ങ് വിട്ടുകൊടുക്കാൻ പോയില്ല. താനല്ലേ എന്നെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു വീഴ്ത്തിയത്? തൻ്റെ കണ്ണിന് ആകാശത്തായിരുന്നോ? തനിക്ക് നേരെ നോക്കി നടക്കാൻ മേലായിരുന്നോ? പിന്നെ ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കായി. എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഞാനും തിരിച്ച് അയാളെയും ഓരോന്ന് പറഞ്ഞു. മഹി, എന്താ പ്രശ്നം? നീ എന്തിനാ ഇയാളുമായി വഴക്കുണ്ടാക്കുന്നത്? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അഭിയാണ്. അത് അഭി, ദേ ഇയാൾ എന്നെ ഇടിച്ച് താഴെ ഇട്ടു. എന്നിട്ടിപ്പോൾ ഒരാവശ്യമില്ലാതെ ഇയാൾ എന്നെ വഴക്ക് പറയുക. ഇയാളുടെ സംസാരം കേടാത്തതും ഞാനായി ഞാൻ മറിച്ചിട്ടതെന്ന്. ഇയാളോട് രണ്ട് നല്ലത് പറയാതെ വെറുതെ വിട്ടാൽ ശരിയാകില്ല. അത് വിട്ടേക്ക് മഹി, താൻ ഇങ്ങോട്ട് വന്നേ, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. അഭി അത് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാതെ ഞാൻ അഭിയോടൊപ്പം അവിടെ നിന്ന് പോന്നു. എന്താ മഹി, എന്തിനാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ ഇത്ര അത്യാവശ്യം? അത് മഹി, ഞാൻ എന്താന്ന് വെച്ചാൽ വേഗം പറ മഹി, എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ദേവിയെ മനസ്സിൽ വിചാരിച്ച് അവനോട് പറയാൻ തുടങ്ങി. അഭി, നിനക്ക് നന്നായിട്ടറിയാം ഞാനിപ്പോൾ എന്താ പറയാൻ വരുന്നതെന്ന്. നിനക്ക് എപ്പോഴും എന്നോട് ദേഷ്യമാണെന്നും അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചിട്ട് ഫോൺ ഓഫാക്കിയത്. പക്ഷേ അഭി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ എത്ര ദേഷ്യപ്പെട്ടാലും എന്തൊക്കെ തന്നെ കാണിച്ചാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് തീർച്ചപ്പെടുത്തിയ കാര്യമാണ്. ഓ, നീ എന്നെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ടെങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നിന്റെ തീരുമാനം മാറുമെന്ന് ഞാൻ കരുതി. പക്ഷേ അത് അങ്ങനെയൊന്നും മാറില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ഇനി എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നീ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ ഒരിക്കലും വരില്ല. അഭി, നീ പറയുന്നതൊക്കെ നിനക്ക് ശരിയാണ്. എനിക്കതൊന്നും മനസ്സിലാകുന്നുമില്ല. പക്ഷെ നീ ഒന്ന് എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് എൻ്റെ അനിയനെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. അച്ഛൻ്റെ കടം വീട്ടണം. എനിക്കെന്നൊരു ജീവിതം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. അവരെ കഴിഞ്ഞ് ഞാൻ എനിക്കായി എന്തെങ്കിലും ചിന്തിക്കൂ. നീ എനിക്കായി എൻ്റെ ജീവിതം പാഴാക്കരുത്.
നിനക്ക് നല്ലൊരു ജീവിതം കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ നിനക്ക് ഞാനില്ലാതെ പറ്റില്ല എന്നൊക്കെ തോന്നും, പക്ഷെ അത് മാറും. നിനക്ക് നാളെ നല്ലൊരു ലൈഫ് ഉണ്ടാകുമ്പോൾ നിനക്ക് ഞാനിപ്പോൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് നീ മനസ്സിലാക്കണം. ശരി മഹി, നീ ഇത്രയും പറഞ്ഞിട്ട് ഞാനത് അനുസരിച്ചില്ല എന്ന് പറയണ്ട. നിനക്ക് വേണ്ടി ഞാനിത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. നീ അത് സമ്മതിക്കണം. എന്ത് നിബന്ധന? നീ പറ. നീ പറയും പോലെ ഞാൻ എല്ലാം കേൾക്കാൻ തയ്യാറാണ്. ഇനിയൊരിക്കലും ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരികയില്ല. പക്ഷേ ഒരു നാൾ ഞാൻ വരും. അന്നും എൻ്റെ മനസ്സിൽ നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ലെങ്കിൽ നീ അത് അംഗീകരിക്കാൻ തയ്യാറാവണം. നീ എൻ്റെ പെണ്ണായി എൻ്റെ കൂടെ ജീവിക്കണം. എന്താ, നിനക്കതിന് സമ്മതമാണോ? അഭി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തു പറയണമെന്നറിയാതെയായി. അവൻ അതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ. പക്ഷേ ഞാൻ എങ്ങനെയതിന് സമ്മതിക്കും? നീ എന്താ ഒന്നും പറയാത്തത്? അഭി, അത് ഞാൻ... ശരി, നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. പക്ഷേ അങ്ങനെയൊരു ദിവസം ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരുപക്ഷെ നീ വന്നാലും അന്ന് നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാകില്ല.